നൗ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽഫ ബീറ്റ പ്രൂണിംഗ് ആണ്. അത് കഴിഞ്ഞ് ഉടനെ നമുക്ക് CSP, വെരി ഇമ്പോർട്ടൻറ്റ് CSP നോക്കേണ്ട ആവശ്യമുണ്ട്. സോ ആൽഫ ബീറ്റ പ്രൂണിംഗ് നെക്സ്റ്റ് നോക്കാൻ പോവാണ്. സോ ഈ ഒരു ആൽഫ ബീറ്റ പ്രൂണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മിൻമാക്സ് ആൽഗോരിതം പഠിച്ചു കഴിഞ്ഞു. സോ അവിടെ നമ്മൾ പഠിച്ചു ഒരു ചെസ് പോലത്തെ ഗെയിംസിനൊക്കെ കോംപ്ലക്സ് ആയി പോകും ആൻഡ് ഹ്യൂജ് ബ്രാഞ്ചിങ് ഫാക്ടറാണ് അതിനുള്ളത് ആൻഡ് മെനി ഡിസിഷൻസ് ടു മേക്ക് അല്ലേ, അങ്ങനെയല്ല പഠിച്ചത്. ലോട്ട്സ് ഓഫ് ഡിസിഷൻ ടു ഡിസൈഡ് അപ്പോൺ. ഓക്കെ, ഒത്തിരി ഡിസിഷൻസ് നമുക്ക് ഡിസൈഡ് ചെയ്യാനുണ്ട്. സോ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് എ മിൻമാക്സ് ആൽഗോരിതം ഇസ് വെരി മച്ച് നീഡഡ് ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് യൂസ്ഡ് ആൽഫ ബീറ്റ പ്രൂണിംഗ്. ഇറ്റ്സ് എൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ഫോർ ദ മിൻമാക്സ് ആൽഗോരിതം. സോ ഇതെന്ന് പറയുന്നത് ഒരു മിൻമാക്സ് ആൽഗോരിതത്തിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മിൻമാക്സ് ആൽഗോരിതത്തിൻ്റെ ഒരു ഓപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടെയാണ്. സോ ഇതൊരു മോഡിഫൈഡ് വേർഷനാണ് ആൻഡ് ഇതൊരു ഒപ്റ്റിമൈസ്ഡ് ടെക്നിക് ഫോർ ദ മിൻമാക്സ് ആൽഗോരിതമാണ്. There's a technique by which without checking each node of the game tree we can compute the correct min-max decision and this technique is called pruning. നമുക്ക് എല്ലാ നോഡും ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും കറക്റ്റ് മിൻമാക്സ് ഡിസിഷൻസ്. അതായത് മിൻമാക്സ് ഡിസിഷൻസ് കറക്റ്റായിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വി ക്യാൻ കമ്പ്യൂട്ട്, നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും കറക്റ്റ് മിൻമാക്സ് ഡിസിഷൻസ് വിത്തൗട്ട് ചെക്കിങ് ഈച്ച് നോഡ്. ഓരോ നോഡും ചെക്ക് ചെയ്യാതെ തന്നെ വി ക്യാൻ കമ്പ്യൂട്ട് ദ മിൻമാക്സ് ഡിസിഷൻസ്. അതായത് ഒന്നുകൂടെ പറയാം, അതായത് ഓരോ നോഡും ചെക്ക് ചെയ്യാതെ തന്നെ വി ക്യാൻ ഡിസൈഡ് ദ മിൻമാക്സ് ഡിസിഷൻസ്. ഓക്കെ, വി ക്യാൻ കമ്പ്യൂട്ട് ദ മിൻമാക്സ് ഡിസിഷൻസ് വിത്തൗട്ട് ചെക്കിങ് ഈച്ച് നോഡ് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് പ്രൂണിങ്. അതായത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കളയുമ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബീറ്റ, അതൊരു കണ്ടീഷൻ നിങ്ങൾ പഠിക്കും. അതങ്ങനെ വരുമ്പോൾ പ്രൂൺ ചെയ്ത് കളയുമ്പോൾ ആ നോട്ട്സിന് നോക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ടൈം കോംപ്ലക്സിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. സോ ദിസ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് it will not look on to each and every node. Okay, without checking each and every node, what they do is they compute the correct min-max decision and this technique is known as pruning. Our min-max decision അങ്ങനെ എല്ലാ നോഡും നോക്കാതെ ചില നോഡുകൾ എടുത്ത് കളയുക. അതായത് മിനിമാക്സ് ഡിസിഷനെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് വലിയ എഫക്റ്റ് ഇല്ലാത്ത നോട്ട്സിനൊക്കെ എടുത്ത് കളയുക, എന്നിട്ട് എഫക്റ്റുള്ള നോട്ട്സിനെ മാത്രം വെക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഇൻവോൾവ്സ് 2 ത്രെഷോൾഡ് പാരാമീറ്റർ. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ത്രെഷോൾഡ് പാരാമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. വി നീഡ് 2 threshold parameter which is alpha and a beta for future expansion. So it is called as alpha beta pruning. It is also called alpha beta algorithm. So ഇതിനെ നമുക്ക് alpha beta pruning, alpha beta algorithm ചെയ്യാം. കാരണം because we are using 2 threshold parameters alpha and beta. Okay, so here the alpha beta pruning can be applied at any depth of the tree and sometimes it is not only prune the tree leaves but also entire subtree. അതായത് ആൽഫ ബീറ്റ പ്രൂണിംഗ് എന്ന് പറയുന്നത് ഏതൊരു ഡെപ്ത് ട്രീയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ താഴെയോ മേളിലോ ഏതൊരു ഡെപ്ത് ട്രീയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് സംടൈംസ് ഇറ്റ് നോട്ട് ഓൺലി പ്രൂൺ ദ ട്രീ ലീവ്സ് ബട്ട് ഓൾസോ എൻറ്റയർ സബ് ട്രീ. ചില സമയത്ത് ഒരു എൻറ്റയർ സബ് ട്രീ പ്രൂൺ ചെയ്യും, അല്ലെങ്കിൽ അത് ഒരു ലീവ്സിനെ ആയിരിക്കും, അതായത് ഏറ്റവും അടിയിലത്തെ നോട്ട്സിനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സബ് ട്രീനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് ലൈക്ക് it can prune any depth of the tree. ഓക്കെ, അത് ലീവ്സിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു സബ് ട്രീ പോലെ അല്ല, അത് ഒന്നെങ്കിൽ അത് ഇത്രയുമായിട്ട് അങ്ങ് കളയുക, അല്ലെങ്കിൽ ചിലപ്പം ടെർമിനൽ നോട്ട്സിനെ മാത്രം നമ്മൾ പ്രൂൺ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, വലിയ പാടൊന്നുമില്ലാത്ത ഭയങ്കര എളുപ്പമുള്ള അൽഗോരിതമാണ്. സോ ഇറ്റ്സ് എ ത്രെഷോൾഡ് പാരാമീറ്റർ, 2 threshold parameter alpha and beta, and that's why we call this algorithm as alpha beta algorithm. So 2 parameters alpha, the best highest value choice we have found so far at any point along the path of the maximizer. The initial value of this alpha is -infinity. So alpha എന്ന് പറയുന്നത് ബെസ്റ്റ് ഹയസ്റ്റ് വാല്യൂ ചോയ്സ് ആയിരിക്കും. സോ അതായത് ആൽഫ എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ, സോ മാക്സിമം വാല്യൂ ആയിരിക്കും. ബീറ്റ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആയിരിക്കും. We have found so far at any point along the path of the maximizer. So alpha is the best highest value choice
we have found so far. It will be the highest value we have found so far at any point along the path of the maximizer. Along the path of the maximizer ആ ഒരു പാത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും ആൽഫ. ആൻഡ് അലോങ് ദ പാത്ത് ഓഫ് ദ മിനിമൈസറിൻ്റെ അകത്തുള്ള ഏറ്റവും ലോവസ്റ്റ് value ആയിരിക്കും ബീറ്റ. സോ ബീറ്റ വിൽ ബി ദ ലോവസ്റ്റ് വാല്യൂ among the minimizer path, and alpha will be the highest value among the maximizer path. ഓക്കെ സോ ഞാൻ പറഞ്ഞു മാക്സിമം വാല്യൂ നമ്മളെപ്പോഴും -∞ ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സോ ആൽഫ വിസ് ദ ഹയസ്റ്റ് വാല്യൂ അലോങ് ദ മാക്സിമൈസർ പാത്ത് is initialized as along the path of the maximizer is initialized as -∞, and the beta, which is the lowest value along the maximizer path, is initialized as +∞. The alpha beta pruning to a standard min-max algorithm returns the same move as the standard algorithm. അതായത് ആൽഫ ബീറ്റ പ്രൂണിങ് to a standard min-max algorithm returns the same move as the standard algorithm does, but it removes all the nodes which is not really affecting the final decision but making algorithm slow. Alpha beta pruning to a standard min-max algorithm returns the same move തന്നെയാണ് as a standard algorithm does, but it removes all the nodes which are not really affecting the final decision. ഞാൻ പറഞ്ഞു ഫൈനലായിട്ടുള്ള മിനിമാക്സ് ഡിസിഷനിൽ ഫൈനലായിട്ട് വേണ്ടാത്തതായിട്ട് എല്ലാ നോട്ട്സിനും നോക്കത്തില്ല. അതായത് ബട്ട് മേക്കിംഗ് ദ അൽഗോരിതം സ്ലോ. ഹെൻസ് ബൈ പ്രൂണിങ് ദീസ് നോഡ് ഇറ്റ് മേക്സ് ദ അൽഗോരിതം ഫാസ്റ്റ്. സോ മിനിമാക്സ് അൽഗോരിതം ഇറ്റ് ചെക്സ് ഓൺ ഓൾ ദ നോട്ട്സ്, സോ ഇറ്റ് ഈസ് വെരി സ്ലോ. ബട്ട് നമ്മൾ ആൽഫ ബീറ്റ അൽഗോരിതം എടുക്കുമ്പം അത് പ്രൂൺ ചെയ്യുകയും ചിലതൊക്കെ കളയുകയും ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഫാസ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് കണ്ടീഷൻ ഫോർ ആൽഫ ബീറ്റ പ്രൂണിങ്. ഇനി നമ്മൾ ആൽഫ ബീറ്റ പ്രൂണിങ്ങിനുള്ള കണ്ടീഷൻസ് നോക്കുകയാണ്. ദ മെയിൻ കണ്ടീഷൻ ഇസ് ഇഫ് ആൽഫ എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഇസ് മാക്സിമം, ദാറ്റ് ഇസ് ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമൈസർ പാത്ത് അത് ഗ്രെയ്റ്റർ ദാൻ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വി വിൽ പ്രൂൺ ദാറ്റ് ട്രീ, സബ് ട്രീ ഓർ ദാറ്റ് ലീഫ്. ഓക്കെ, കീ പോയിൻറ്റ്സ് അബൌട്ട് ദ ആൽഫ ബീറ്റ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആൽഫ ഗ്രെയ്റ്റർ ദാൻ ഈക്വൽ ടു ബീറ്റ വരുവാണെങ്കിൽ വി പ്രൂൺ. The max player will only update the value of alpha, and the min player, max എന്ന player will only update the values of the alpha. Okay, ഇനി min player എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് ദ ബീറ്റ ആയിരിക്കും. സോ min player update the value of beta, and max player എന്ത് ചെയ്യും, update the value of alpha. അതങ്ങനെ ഓർത്തിരിക്കുക. എന്നിട്ട് while backtracking the tree, the node value will be passed to the upper nodes instead of values of alpha and beta. സോ അതായത് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂ ആണെങ്കിൽ അപ്പർ നോട്ട്സിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആൽഫയുടെ വാല്യൂ അതല്ലാതെ ഇൻസ്റ്റെഡ് ഓഫ് വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ, ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് അല്ല നമ്മൾ മുകളിലത്തെ നോഡിലേക്ക് കൊടുക്കുന്നത്. പക്ഷെ അതേസമയം വി വിൽ പാസ് ഓൺലി ദ നോഡ് വാല്യൂസ്. നോഡിൻ്റെ വാല്യൂസായി നമ്മൾ പാസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ദി ആൽഫ ഓർ ബീറ്റ വാല്യൂസ്. ആൽഫ ബീറ്റ വാല്യൂസ് അല്ല നമ്മൾ മേളിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. വി പാസ് ഓൺലി ദ നോഡ് വാല്യൂസ്. ഓക്കെ, ഓൺലി പാസ് ദ ആൽഫ ബീറ്റ വാല്യൂസ് ദ ചൈൽഡ് നോട്ട്സ്. പക്ഷെ നമ്മൾ ആൽഫ ബീറ്റ വാല്യൂസ് നമ്മൾ താഴത്തേക്ക് വരാം, ചൈൽഡ് നോട്ട്സിലേക്ക് നമ്മൾ ചെയ്യാൻ നേരത്തെ ആൽഫ ബീറ്റ വാല്യൂ നമ്മൾ ചൈൽഡ് നോട്ട്സിലേക്ക് കൊടുക്കും. പക്ഷെ മുകളിലായിട്ടുള്ള നോട്ട്സിലേക്ക് പോകാൻ നമ്മൾ ആൽഫ ബീറ്റ വാല്യൂ നമ്മൾ കൊടുക്കില്ല. അതേസമയം നമ്മൾ നോഡ് വാല്യൂസാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ 2 പ്ലെയർ ഉണ്ടെന്നിരിക്കട്ടെ. സ്റ്റെപ്പ് 1, at the first step the max player will start first move from node A where alpha, so എയിൽ നിന്ന് തുടങ്ങുമെന്നാണ് പറയുന്നത്. മാക്സ് പ്ലെയർ എയിൽ നിന്ന് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ആൽഫ എന്ന് പറയുന്നത് -∞ ബീറ്റ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ആൻഡ് ഞാൻ പറഞ്ഞു ആ വാല്യൂസ് നമ്മൾ ചൈൽഡ് നോട്ട്സിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ദീസ് വാല്യൂസ് ഓഫ് ദ ആൽഫ ആൻഡ് ബീറ്റ ഇസ് പാസ് ടു ദ നോഡ് ബി, വെർ അഗെയിൻ ആൽഫ is equal to -∞, ബീറ്റ is equal to +∞, ആൻഡ് നോഡ് ബി പാസസ് ടു ചൈൽഡ് ഡി. അങ്ങനെ ഈ ലെഫ്റ്റ് കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ,
അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നോഡ് ഡി. അറ്റ് നോഡ് ഡിയിൽ ദ വാല്യൂ ഓഫ് ആൽഫ വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് ഇറ്റ് ടേൺസ് ഫോർ മാക്സ്. ഓക്കെ, അപ്പം ഡിയിൽ നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ആൽഫയുടെ വാല്യൂ, ബിക്കോസ് നമുക്ക് അവിടെ മാക്സ് വാല്യൂ ആണല്ലോ വേണ്ടിയത്. സോ എന്ത് ചെയ്യും, വാല്യൂ ഓഫ് ആൽഫ ഇസ് കമ്പയർഡ് വിത്ത് ഫസ്റ്റ്ലി 2 and 3. അതായത് മാക്സ് ഓഫ് 2 and 3 ആണ് നോക്കുന്നത്. അപ്പോൾ അവിടെ 3 ആണ് മാക്സ്. സോ നമ്മുടെ ആൽഫയുടെ വാല്യൂ നമ്മൾ 3 ആക്കുകയും ബീറ്റയുടെ വാല്യൂ ഇൻഫിനിറ്റി ആക്കുകയും ചെയ്യും. എന്നിട്ട് ആ 3 എടുത്ത് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ബാക്ക് ട്രാക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് മിന്നിൻ്റെ അവിടെയാണ് വരുന്നത്. സോ നമ്മുടെ ബീറ്റ ഇസ് ഈക്വൽ ടു 3 ആക്കുക, ആൽഫ ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ആക്കുക. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വായിക്കാം. സോ മാക്സ് എന്ന് 3 ആയിരിക്കും, വിൽ ബി വാല്യൂ ഓഫ് ആൽഫ അത് നോട്ട് ഡി, ആൻഡ് ദ നോട്ട് വാല്യൂ വിൽ ഓൾസോ ബി 3. നോട്ട് വാല്യൂ 3 ആവും, ആൽഫ വാല്യൂവും 3 ആവും. പക്ഷേ മേളിലോട്ട് കൊടുക്കാൻ നേരം നമ്മളത് ആ ആൽഫ ബീറ്റ വാല്യൂ കൊടുക്കുന്നത് നോട്ട് വാല്യൂ ആണ് കൊടുക്കുന്നത്. ആ algorithm backtrack to node B where the value of the beta will change as this turn of min. Now beta is equal to +infinity. Will compare with the available subsequent value nodes, that is min of infinity, 3. അപ്പം 3 ആണ്, അപ്പം 3 അടുത്ത് വരും. Node B now have alpha is equal to -infinity and beta is equal to 3. ഇനി അടുത്തെന്തെന്ന് വെച്ചാൽ ഇതിനി നമ്മൾ എന്ന് പറയുന്ന സൈഡിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ഇത് ഇൻ ഓർഡർ ട്രാവേഴ്സലാണ്, അതായത് ലെഫ്റ്റ് റൂട്ട് റൈറ്റ്. സോ അറ്റ് നോഡ് ഇയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മാക്സ് വിൽ ബി ടേക്കൺ ഇറ്റ്സ് ടേൺ, അതായത് മാക്സ് ആയിരിക്കും വരുന്നത്. അപ്പം ആൽഫ ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി, ബീറ്റ ഇസ് ഈക്വൽ ടു 3 തന്നെ ആയിരിക്കും. 5 and 9 മാക്സ് 9 ആണ്. സോറി, ആദ്യം നമ്മൾ 5 എടുക്കും. അപ്പം 5, അപ്പം ആൽഫ ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി, ബീറ്റ ഇസ് ഈക്വൽ ടു 3യും ആൽഫ നമുക്ക് എന്താവും 5 ആകും അല്ലേ. -ഇൻഫിനിറ്റിയും 5 കൂടുമ്പോൾ 5 ആവും. ഹെൻസ് അറ്റ് നോട്ട് ഇ ആൽഫ ഇസ് ഈക്വൽ ടു 5 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 3. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ആവത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ബീറ്റ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. സോ ഇവിടെ നോക്കാൻ നേരത്തെ ആൽഫ എന്ന് പറഞ്ഞാൽ 5, ബീറ്റ എന്ന് പറഞ്ഞാൽ 3. ഞാൻ പറഞ്ഞു ആൽഫ ഗ്രേറ്റർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്നതാണ്, അങ്ങനെ നമ്മൾ 9 നോക്കത്തില്ല. സോ right side of E will be pruned and algorithm will not traverse it. സോ അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമുക്കവിടെ ആൽഫ ഇസ് ഈക്വൽ ടു 3 എന്നും 5 എന്നും ബീറ്റ ഇസ് ഈക്വൽ ടു 3 എന്നും കിട്ടി. ഇനി അടുത്തെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് പോകാൻ നേരം നമ്മുടെ അതായത് 5 ആണല്ലോ നമ്മുടെ വാല്യൂ. അപ്പോൾ നമ്മൾ നോക്കും 5 ആണ് 3 ആണ് മിനിമം. സോ 3 വെച്ചിട്ടുണ്ട്. അപ്പം ആൽഫ ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി, ബീറ്റ ഇസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, ഇനി അത് നമ്മളെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, മുകളിലോട്ട് കൊണ്ടുപോകാൻ നേരം ആൽഫ ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റിയും ആൽഫ ഇസ് ഈക്വൽ ടു ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നത് എന്താണ് 3യും ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 5 ആണല്ലോ. അപ്പം എന്നിട്ട് ഇതിൻ്റെ രണ്ടിലെയും മിനിമം നോക്കുക. അപ്പോൾ 3 ആണ് മിനിമം. സോ അതെടുക്കും, ബീറ്റ മിനിമം വാല്യൂ എടുക്കും. എന്നിട്ട് ആൽഫ എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. അപ്പം ബീറ്റ ഇസ് ഈക്വൽ ടു അപ്പം ബീറ്റ അപ്പം നമ്മൾ നോഡ് കൊടുക്കാൻ പോകുന്നത് 3 ആയിരിക്കും. എന്നിട്ട് ആ വാല്യൂ ആയിരിക്കും നമ്മൾ മേലോട്ട് കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ നോക്കുമ്പം ആൽഫ ഇസ് ഈക്വൽ ടു 3 എന്നും ബീറ്റ ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി എന്നും വരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ആ എക്സാക്ട് വാല്യൂ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. ആൽഫ ഇസ് ഈക്വൽ ടു 3, ബീറ്റ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരും. അടുത്തൊരു സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കിനി ലെഫ്റ്റ് നോഡിലേക്ക് പോകാം. അപ്പം അവിടെയും ആൽഫ ഇസ് ഈക്വൽ ടു 3, ബീറ്റ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്നിട്ട് നമ്മൾ താഴെ നോക്കണം. ഞാൻ പറഞ്ഞു മാക്സ് മിൻ മാക്സ് ആണ്. അപ്പം മാക്സ് വാല്യൂ ആണ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും മാക്സ് വാല്യൂ 1 ആണ്. സോ നമ്മളിപ്പം ഇവിടെ 0 എടുക്കുമ്പോഴത്തേക്ക് 0 ആണോ ഇൻഫിനിറ്റി ആണോ മാക്സ്, അതായത് അങ്ങനെയല്ല, അതായത് 0 ആണോ 1 ആണോ മാക്സ്, 1 ആണ് മാക്സ്. സോ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ആൽഫയുടെ വാല്യൂ 3 ആണ്. സോ നോക്കുമ്പോഴത്തേക്ക് 3 ആണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് രണ്ടും കൂടെ മാക്സ് എടുക്കുമ്പോൾ 1 കിട്ടും.
1 ആണോ ആൽഫ ആണോ കൂടുതൽ? അപ്പം ആൽഫയാണ് കൂടുതൽ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കൊടുക്കാൻ നേരം ആൽഫയുടെ വാല്യൂ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കുമ്പം 0യും 1ൽ നിന്ന് 1 ആണ് കൂടുതൽ. അപ്പം നമ്മൾ 1 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ ആൽഫ വാല്യൂ 1 ആണോ 3 ആണോ വലുത്? 3 ആണ് വലുത്. സോ 1 ആണ് നമ്മുടെ നോഡ് വാല്യൂ. അതെടുത്ത് നമ്മൾ ഈ ബീറ്റയിലേക്ക് കൊടുക്കും. ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആയി, ആൽഫ 3 ആയി. അപ്പം ആൽഫ എന്ന് കിട്ടുക ഈക്വൽ ടു ബീറ്റ. സോ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കത്തില്ല. സോ അത്രയേ ഉള്ളൂ. എന്നിട്ട് നോക്കുമ്പം നമുക്ക് 3 3 3 എന്ന് വരുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പാത്ത്.